സി നിധിയ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ലേ വന്നത്. ഹാ തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ബാക്കി അപ്പോ ദെൻ യു ആർ അപ്പോയിന്റഡ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫ് പറഞ്ഞു തരും. വരൂ. ആ കൊച്ചങ്ങനെയാണ്, ആരോടും അടുക്കില്ല, എപ്പോഴും സാറിന്റെ കയ്യിൽ തന്നെയാണ്. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. നടന്നാ മതി. എനിക്കിത് വേണ്ട. അങ്ങനെ പറയല്ലേ, വളർന്ന് മോന് ഡാഡിയെ പോലെ ആവണ്ടേ, അപ്പൊ ഇത് കഴിക്കണം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, എന്നാ നമുക്കിത് വേണ്ട. എന്റെ മോൻ ഇത് കഴിക്കണ്ട. എന്റെ മോൻ എന്താ വേണ്ടേ അത് പറ, ഞാൻ കഥ പറഞ്ഞു തന്നാ കഴിക്കോ? വേണ്ട. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക് കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ? ഊഞ്ഞാലേ പാടാമോ? മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി? പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ? ഊഞ്ഞാലേ പാടാമോ? മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി? പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിന്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി. കൽക്കണ്ട കുന്നിന്റെ മുകളിൽ കാക്കാച്ചി മെയ്യുന്ന തണലിൽ. കൽക്കണ്ട് കുന്നിന്റെ മുകളില് കാക്കാച്ചി മെയ്യുന്ന തണലിൽ. ഊഞ്ഞാലേ പാടിപ്പോയി. ഊഞ്ഞാലേ പാടിപ്പോയി. ആ കയ്യിൽ ഈ കയ്യിൽ ഒരു പിടി കഴിക്കാത്ത നെല്ലിക്കൈ മണി തരൂ. എന്താ, രണ്ടാൾക്കും ഉറക്കമില്ലേ? അയ്യോ, അപ്പൂന് പൊങ്ങാൻ പറ്റൂല. അപ്പൂ ഉമ്മച്ചിന്റെ കൂടെ നിധി തപ്പാൻ പോവാ. പെട്ട്. എന്ത് നിധി? അയ്യോ, നിധിയൊന്നുമില്ല. അത് മോൻ ഉറങ്ങാൻ വേണ്ടി ഞാൻ ചുമ്മാ കഥ പറഞ്ഞു കൊടുത്തതാ. കഥ അല്ലല്ലോ, ഡാഡി ഒങ്ങിയിട്ട് നിധി തപ്പാന്ന് ഉമ്മച്ചല്ലേ പറഞ്ഞേ. എന്നിട്ട് ഡാഡി ഒങ്ങിയിട്ട് ഡാഡിയുടെ കീയൊക്കെ അടിച്ചു മാത്തനോന്ന് പറഞ്ഞല്ലേ. ഓ, ഈ കുട്ടി മാഫി എന്റെ കഥ കഴിക്കും. മോനെ അപ്പു, വാ നമുക്ക് ഉറങ്ങണ്ടേ? എന്നാ സാറേ ഞാനങ്ങോട്ട്.
കുഞ്ഞിനെ ഉറക്കിയിട്ട് റൂമിലേക്ക് വാ, ഒന്ന് കാണണം. ഹലോ ഉമ്മച്ചി. അപ്പോ നിധി തപ്പന്റെ അവന്റെ ഒരു നിധി. അപ്പോ നമുക്കിപ്പോ ഉറങ്ങാം. നിധിയൊക്കെ നമുക്ക് നാളെ തപ്പാം. നാളെ തപ്പോ? നാളെ തപ്പാം. ഇപ്പൊ എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടോ. അയ്യോ, അപ്പു ഉറങ്ങി. ഇനിയിപ്പോ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ. ഞാൻ എന്ത് പറയും? ഹലോ. റൂമിലേക്ക് വാ. ഹാ. കേറി വാ. എന്റെ നെയിം എന്തായിരുന്നു പറഞ്ഞേ? നിധിയ. അപ്പൊ ഇതാരാ? നീ എന്ത് അന്വേഷിച്ചാണോ വന്നത്? ആ അന്വേഷണം ഇവിടെ നിർത്തിക്കോ. ഒരുത്തൻ അന്വേഷിച്ചു വന്നതായിരുന്നു, പിന്നെ അവൻ ആരും കണ്ടിട്ടില്ല. അപ്പോ അൻവറിന് നീയാണല്ലേ? യെസ്, ഓഫ് കോഴ്സ്, ഇറ്റ്സ് മീ. എന്തിനു വേണ്ടി? നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇവിടെ ഇപ്പോഴും ജീവനോടെ വെച്ചേക്കുന്നത്. അവന്റെ അനീതിയാണെന്ന് അറിഞ്ഞപ്പോ ആദ്യം നിന്നെ തീർക്കാനാ ഞാൻ കരുതിയേ. പിന്നെ എന്തോ എന്റെ അപ്പൂനെ നിന്നെ വേണമെന്ന് തോന്നി. ഉമ്മച്ചി, ഇതെന്നാ? ഇതാണ് തക്കാളി. അപ്പൊ ഇതോ? എന്താ? അത് ഞാനൊന്ന് പുറത്തു വെക്കോട്ടെ. അപ്പൂനെ കൊണ്ടാണോ പോകുന്നത്? അപ്പു പോയില്ലേ ഉമ്മച്ചിനെ ആര് നോക്കും? ഡാഡിയുടെ അപ്പുവാണോ ഉമ്മച്ചീനെ നോക്കുന്നേ? അപ്പു ബിഗ് ബോയ് ആണ്. എന്നാ ഡ്രൈവറെ കുട്ടിപ്പൊക്കോ. ഏയ്, അത് വേണ്ട. അങ്ങനെ പോകുന്നുണ്ടേൽ പോയാ മതി. എൽസ, ഇതായ ഇത് ഉമ്മച്ചിയുടെ ചേച്ചിയാ. ഈ ചേച്ചിയുടെ വയറെന്താ പീപ്പിക്കണേ. എന്റെ ഡാഡിയുടെ കൂടെ ജിമ്മിൽ പോയാ മതി കേട്ടോ. വയൊക്കെ കുറയും. ഇതാണോ ആ കുഞ്ഞ്? ആ, നീ ഡോക്ടറെ കണ്ടോ? ഇല്ല, അടുത്തതാ. എനിക്കെന്തോ പേടിയാകുന്നു. എൽസ, എൽസ, തന്നോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് വന്നപ്പോഴേ പറഞ്ഞതായിരുന്നു ഹാരസ് കാണുന്നു. തന്റെ ബോഡി നല്ല വീക്കാണ്. ഇനി എല്ലാ മന്തും നല്ല കെയർ ആവശ്യമാണ്. ഇങ്ങനെ അലസത പാടില്ല. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചോളാം. താൻ നല്ല ഡിപ്രസ്ഡ് ആണ്. താനിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് തന്റെ കുഞ്ഞിനെയാണ്. ഇനിയും ഇങ്ങനെ തുടർന്നാ അത് തന്റെ കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. ഇല്ല, ഇനി ശ്രദ്ധിച്ചോളാം. ഉമ്മച്ചി, നമ്മള് എന്താ ആ ടിവിയില് കണ്ടേ? അത് ഈ ആന്റിയുടെ വാവയാണ്. ആ വാവ എവിടാ? അത് ആന്റിയുടെ വയറ്റില. വാവേ ആന്റി എന്തിനാ തിന്നേ? ആരാ ഉമ്മച്ചി വാവേനെ എന്തിനാ തിന്നേ? അതുണ്ടല്ലോ അപ്പോ, എല്ലാ പെൺകുട്ടികളുടെ വയറ്റിലും വാവ ഉണ്ടാവും. അപ്പോ ഉമ്മച്ചിയുടെ വയറ്റിലും ഉണ്ടോ? ഇപ്പൊ ഇല്ല. മോന് വേണമെങ്കിലേ ഡാഡിയോട് പറ, അപ്പൊ വരും. അത് ആന്റി ചുമ്മാ പറഞ്ഞതാ. ഉമ്മച്ചിയുടെ വയറ്റില് വാവ വരൂല. അപ്പോ ഈ വാവേനെ കിട്ടൂലേ? ഈ വാവേനെ അപ്പു എടുത്തോ. അപ്പൂന് തരുവോ? തരാലോ. ഉമ്മ, വാവേ വേഗം വരണട്ടോ. അപ്പൊ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ. എന്നിട്ടുണ്ടല്ലോ
ആ ആന്റി പറഞ്ഞു അപ്പൂന് വാവേനെ വേണമെങ്കിൽ ഡാഡിയോട് പറയാൻ. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു ഉമ്മച്ചിയുടെ വയറ്റില് വാവ ഉണ്ടാവൂലെന്ന്. അപ്പൊ അപ്പൂന് സങ്കടായി. അപ്പൊ ആന്റി പറഞ്ഞു ആ വാവേനെ അപ്പൂന് തരാലോ എന്ന്. ഇപ്പൊ അപ്പൂന് വാവേനെ കിട്ടിയല്ലോ. അപ്പു വന്നിട്ടും വാവ എന്താ അപ്പൂനെ നോക്കാത്തെ? വാവ അപ്പൂന്റെ കൂട്ടില്ലേ? വാവക്ക് അപ്പൂന് ഇഷ്ടായില്ലേ? വാവ കുഞ്ഞല്ലേ, വളരുമ്പോ മോന്റെ കൂടെ കളിക്കൂട്ടോ. അയ്യോ, ഡാഡിയുടെ അപ്പോ എന്തിനാ കരയുന്നേ? ഈ ഉമ്മച്ചി എന്നെ മാത്രം കൊണ്ടുവന്നു, വാവേനെ കൊണ്ടുവന്നില്ല. അത് ആന്റിയുടെ വാവയല്ലേ, അപ്പൊ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ? ഇല്ല, ആന്റി പറഞ്ഞല്ലോ അപ്പൂന്റെ ആന്ന്. അപ്പൂ, അത് അപ്പൂന്റെ വാവയല്ല. അപ്പൂന്റെ വാവ ഉമ്മച്ചിയുടെ വയറ്റിലാ ഉണ്ടാകുന്നേ. ഉമ്മച്ചീന്റെ വയറ്റില് വാവ ഉണ്ടാവൂല. എനിക്ക് എന്റെ വാവേനെ വേണം. അത് ഉമ്മച്ചി എന്റെ അപ്പൂനെ പറ്റിച്ചതാ. ഉമ്മച്ചിയുടെ വയറ്റിലെ വാവയൊക്കെ ഉണ്ടാകും, അല്ലേ നാദിയ? ആ, ഉമ്മച്ചി പറ്റിച്ചതാ. ഉമ്മച്ചി എന്തിനാ അപ്പൂനെ പറ്റിച്ചേ? കാര്യല്ലേ, ഉമ്മച്ചിയുടെ പൊന്നല്ലേ. നമുക്ക് നാളെ പോയിട്ട് വാവേങ്ങ് കൊണ്ടുവരാം. കൊണ്ടുവരൂ? ആ, കൊണ്ടുവരാം. ആന്റി, വാവേന്റെ പേരെന്താ? വാവക്ക് പേരിടാനായിട്ടില്ലല്ലോ അപ്പു. അപ്പൂന് പേരുണ്ടല്ലോ. അപ്പു വാവക്ക് എന്താ പേരില്ലാത്തെ? അപ്പു ഇടാൻ പേര്. അല്ല ബേബി. അപ്പു അടങ്ങി നിക്ക്, ഉമ്മച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ കുറെ നേരമായാലോ പഴം വിഴുങ്ങിയ മാതിരി ഇരിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഈ പെണ്ണിനെ ഞാൻ എന്താന്ന് വെച്ചാ പറ. I'm pregnant.
What? നീ എന്തൊക്കെയായി പറയുന്നേ? പറ്റിപ്പോയടാ. ഇതൊക്കെയാണോ പറ്റിപ്പോകുന്നത്? ഇതിപ്പോ വേറെ ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതിനങ്ങ് വേണ്ടാന്ന് വെക്കാം. നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നേ അത് നീ ചെയ്തോ. ഞാനൊന്നിനും എതിര് നിൽക്കില്ല. നമ്മുടെ കുഞ്ഞല്ലേ. ഇല്ല, പോവൂല പോവൂല പോവൂല, ഞാൻ പോവൂല. ദേ അപ്പു, നീ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങും. ഇല്ല, ഞാൻ പോവൂല. എന്നാ പോണ്ട, ഇങ്ങനെ നടന്നു നിന്റെ ഡാഡിയെ പോലെ ആളെ കൊല്ലാൻ നടന്നു നോക്കിക്കോ, എനിക്ക് പെണ്ണ് പോലും കിട്ടൂല. ഡാഡി കുമ്മച്ചിനെ കിട്ടിയല്ലോ, അതുപോലെ എനിക്ക് എന്റെ അല ബേബി ഉണ്ട്. നോക്കിയിരുന്നു, ഇപ്പൊ എൽസാന്റി കെട്ടിച്ചു തരും. എന്തുവാ രാവിലെ തന്നെ ഇവിടെ? ഈ ഉമ്മച്ചി പറഞ്ഞ എനിക്ക് പെണ്ണ് കിട്ടൂലാന്ന്. നാദു, എന്താ? അപ്പൂ, എന്റെ പൊഞ്ഞെന്തിനാ ഇപ്പൊ ഇങ്ങനെ വഴക്കിടുന്നേ? നിങ്ങളുടെ പൊന്നാര മോന് സ്കൂളിൽ പോണ്ട, ആളെ കൊല്ലാൻ നടന്നാ മതി പോലൊന്ന്. അപ്പൂ, ഇപ്പൊ ഡാഡിയുടെ പൊഞ്ഞ് സ്കൂളിൽ പൊക്കോ. വളർന്ന് വലുതായി കഴിയുമ്പോ ഡാഡി ഒരു സീക്രട്ട് പറയാം. എന്റെ പൊന്നിന് പെണ്ണില്ലാന്നേ അമ്മച്ചി വെറുതെ പറഞ്ഞതാ. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ അതെന്റെ മാത്രം ബേബിയാന്ന്. അപ്പോ എന്റെ ബേബിയെ തൊട്ട ആരാലും ഞാൻ തല്ലും, വേണ്ടി വന്നാ ഞാൻ കൊല്ലും. സോറി, വി കാൻറ്റ്. അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അവൻ്റെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ കുഞ്ഞിനെ ആരും സ്നേഹിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. എന്തിന്, നാദ് പോലും സ്നേഹിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. അതിൻ്റെ പേരിൽ അവൻ അലയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത്. അപ്പോൾ കുഞ്ഞതിലെ അവൻ ടെററായിരുന്നു. ടെററായിരുന്നു, അത് മേധയുടെ കാര്യത്തിലാണെന്ന് മാത്രം. എല്ലാം അറിഞ്ഞിട്ടും നാദി എന്തിനവിടെ നിന്നു? അവൾക്ക് എങ്ങനെ ജേക്കയോടൊരു സോഫ്റ്റ് കോർണർ തോന്നി? അവൾ അവിടേക്ക് പോയതും നിന്നതും എല്ലാം അപ്പുവിന് വേണ്ടിയാണ്. അവന് വേണ്ടിയോ? അതിന് അവൻ അവരുടെ ആരാ? അത് എത്ര ചോദിച്ചിട്ടും അവൾ പറഞ്ഞിട്ടില്ല. അത് അവൾക്കും ജേക്കയ്ക്കും മാത്രമേ അറിയൂ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോൾ ഈ കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പം എങ്ങനെയാ, ജേക്കയുടെ വീട്ടിലേക്കല്ലേ? പിന്നെ പോവാതെ വേറെ വഴിയില്ലല്ലോ.